ക്യാമറയുമായി ഇറങ്ങിയ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPSന്റെ മുന്നിൽപ്പെട്ടത് തെക്കേ ഇന്ത്യയിൽ അപൂർവമായി മാത്രം കാണുന്ന ഇസബെല്ലിയൻ ഷ്രൈക്ക് എന്ന പക്ഷിയാണ്. കടൽപ്പരന്ത് സർവേയുടെ ഭാഗമായി കാട്ടാമ്പള്ളിയിലെത്തിയപ്പോഴാണ് ദേശാടന പക്ഷി നിതിൻ രാജിന്റെ ക്യാമറ കണ്ണിൽ ആദ്യം പതിയുന്നത്. ഫോട്ടോഗ്രാഫിയിലുള്ള താല്പര്യം പ്രകൃതി അടുത്തറിയാനുള്ള ഒരു അവസരമാക്കുകയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ. ഫോട്ടോഗ്രാഫിയിൽ ക്രൈസുള്ള ഒരു IPSകാരൻ, അതാണ് നമ്മുടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വരെ സംസാരിച്ചിട്ടുണ്ട്. Nitin, I have been to Kerala many times. I am told that you have a keen interest in photography. Yes, sir. Which are the places that you like most in Kerala for photography? Sir, especially the Western Ghats and the parts of Western Ghats also I would like to shoot, sir. ഞങ്ങളുടെ അക്കാഡമിയുടെ പാസിംഗ് ഔട്ട് ടൈമിൽ പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. തുടങ്ങിയ സമയത്ത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് അതിൻ്റെ കൂടെ അദ്ദേഹം ഇങ്ങോട്ട് ഞങ്ങളുടെ ബയോഡേറ്റയിൽ നിന്ന് കുറച്ച് ചോദ്യം ചോദിച്ചു. അതിലുണ്ടായിരുന്ന ഒന്ന് ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യത്തെ പറ്റിയിട്ടായിരുന്നു. ഞങ്ങളുടെ IPS ട്രെയിനിങ് ടൈമിൽ അക്കാഡമിയിൽ വെച്ച് എല്ലാവരും നിർബന്ധമായിട്ടും പുതിയൊരു ഹോബി കണ്ടെത്തണം എന്ന് നിർബന്ധം ഉണ്ടായ സമയത്ത് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ചൂസ് ചെയ്തത്. കണ്ണൂർ വന്നതിന് ശേഷം എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കണ്ണൂർ വന്നതിന് ശേഷം ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഏതെങ്കിലും സൺഡേസിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലുള്ള സമയത്തായിരിക്കും, പറ്റുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് വരിക. ഇപ്പോൾ ഞാൻ കാസർഗോഡ് സ്വദേശിയാണ്. നമ്മൾ അവിടെ കാസർഗോഡും തെയ്യങ്ങളുണ്ട്. പക്ഷേ കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് കണ്ണൂരിലെ തെയ്യങ്ങൾ വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരുപാട് തെയ്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഇസബെല്ലിയൻ ഷ്രൈക്കിൻ്റെ ഒരു പിക്ചർ തന്നെയാണെങ്കിലും അവരുടെ ഒരു ടീമാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്തേ ഉള്ളൂ. സ്വന്തമായിട്ട് ക്യാമറയൊക്കെ വാങ്ങുന്നത് എപ്പോഴാണ്? ഒരു 4-5 വർഷമായിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് സമ്പാദ്യം കൂട്ടിവെച്ചിട്ടാണ് ആദ്യത്തെ ക്യാമറ പർച്ചേസ് ചെയ്തത്. ഇത് കാനണിൻ്റെ R6 Mark II എന്ന് പറയുന്നൊരു ക്യാമറയാണ്. സാറ് മാധ്യമപ്രവർത്തകനായിരുന്നിട്ടുണ്ട്, മാതൃഭൂമിയുടെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി അപ്പം എല്ലാത്തിലും അങ്ങനെയുണ്ടോ? എന്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈ ചെയ്യാൻ കഴിയുന്നു എന്നൊരു വളരെ നല്ലൊരു കാര്യമല്ലേ? ഞാൻ പഠിച്ചത് കാഞ്ഞങ്ങാട് രാവണേശ്വരത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ +2 ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. കോളേജ് കോട്ടയം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരുപാട് പരിപാടി, വനം വന്യജീവി വകുപ്പിൻ്റെ വാരാഘോഷ മത്സരങ്ങൾ, സഹകരണ വകുപ്പിൻ്റെ വാരാഘോഷ മത്സരങ്ങൾ, ഇങ്ങനെ കുറേ മത്സരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മത്സരവേദികളിൽ നിന്നാണ്. മിക്കവാറും ആ സമയത്തൊക്കെ ഓരോ ജില്ലകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു പ്രസംഗ മത്സരത്തിനാണെങ്കിൽ ഓരോ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന കാൻഡിഡേറ്റ്സും മത്സരാർത്ഥികളുണ്ട്. അതിൽ ഒരുപാട് പേര് ഇപ്പോൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലരും മറ്റ് മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അവസരങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിലൂടെ വന്നതുകൊണ്ട് തന്നെ അതിൽ എല്ലാത്തിലും പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പ്രസംഗ മത്സരവും നാടകങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. വെറും ഫോട്ടോഗ്രാഫി മാത്രമല്ല, കണ്ണൂരിൻ്റെ പ്രകൃതിയെ മനസ്സിലാക്കുക കൂടിയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഇസബെല്ലിയൻ ഷ്രൈക്ക് ഒരു മംഗോളിയക്കാരി ദേശാടന പക്ഷിയാണത്. അപൂർവമായി മാത്രമേ കേരളത്തിൽ വരാറുള്ളൂ. ഇപ്പോൾ കണ്ണൂരിലെത്തിയത് ആദ്യമായിട്ടാണോ എന്ന് തോന്നുന്നു. കൃത്യസമയത്ത് തന്നെ ക്യാമറ കണ്ണിൽ ഉടക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥൻ അത് കൃത്യസമയത്ത് പകർത്തുകയും ചെയ്തു.